ഇന്ന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുകയാണ്. എന്താണ് ബയോപ്സി, പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അഡ്മിറ്റ് ആയത്, എന്തിനാണ് അഡ്മിറ്റ് ആയത്, എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് വീഡിയോ ആയിരിക്കും. ഞാൻ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്, മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ. അപ്പോൾ ഇതാണ് അഡ്മിറ്റായ ആ ഒരു ലൊക്കേഷൻ നോക്കിയാലുള്ളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ബയോപ്സിയൊക്കെ സമാധാനമായിട്ടൊരു പ്രശ്നമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കെട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണം വേണ്ട കേട്ടോ. ഇതാണ്ടില്ല, ഇവിടെ ഈ വലത് ഭാഗത്ത് ഈ പൊന്തി നിൽക്കുന്ന ഇവിടെ ചെറിയൊരു സൂചി കുത്താനുള്ളൊരു ഹോള് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കെട്ട് വലുതാക്കി അവർ സ്റ്റിക്കർ ഇട്ട് വെച്ചെന്ന് മാത്രം. അങ്ങനെ ബയോപ്സിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഡോക്ടർമാർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ, എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ഡോക്ടർ, സിയാദ് എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര്. അവരായിരുന്നു എനിക്ക് ബയോപ്സി ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് അറിയുന്ന ആളായിരുന്നു. നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ICUവിലായിരുന്നു. വൈകുന്നേരം 3 മണി മുതൽ പിറ്റേ ദിവസം ഒരു രാവിലെ 7 മണി 8 മണി വരെ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർ, പ്രത്യേകിച്ചൊരു എനിക്ക് തോന്നുന്നു അതുപോലെ ആൻമരിയ സിസ്റ്റർ, ഗായത്രി സിസ്റ്റർ, ഇവരൊക്കെ പേര് എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഇവരൊക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നതാണ്. അല്ലാതെ ഞാൻ അവരോട് ചോദിച്ചതും കാര്യമൊന്നുമില്ല. അവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്താ യൂണിസ്, എന്താണ് പ്രശ്നം, എന്തും ബുദ്ധിമുട്ടുണ്ടോ, നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഒരു കുട്ടിയെ നോക്കുന്ന രീതിയിലാണ് അവരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ മെഡിക്കൽ കോളേജാണ് അവിടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ധാരണ ഉണ്ടായിരുന്നു, ഭയങ്കര ക്രൂരമായ ഡോക്ടർമാർ നേഴ്സുമാർ എന്നൊക്കെ. അതൊക്കെ മാറി ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അവിടെ ICUവിൽ ഒരുപാട് രോഗികൾ വേറെ ഉണ്ടായിരുന്നു, പല രോഗികളും. അപ്പം വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ ആ ICUവിലുള്ള രോഗികളെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും പറയുന്ന കാര്യങ്ങൾ അത് എന്ത് ആണെങ്കിലും അത് നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത്. അപ്പം നമ്മളത് നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ അന്ന് ICUവിലുണ്ടായിരുന്ന 17-ാം തീയതി വൈകുന്നേരത്തിന് രാത്രിയും പിറ്റേ ദിവസം രാവിലെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അവരെ വലിയ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയായി. മൈൻഡിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആദ്യം വരിക ക്യാൻസറിനുള്ള ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡോക്ടർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും ബയോപ്സി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ചെയ്യാനുണ്ടായ സാഹചര്യം പറഞ്ഞുതരാം. ഞാൻ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ വയറ് ചാടിയ പോലെ എനിക്ക് തോന്നി. അതല്ല, പല ആളുകളും കുമ്പ ചാടി വയറ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ SGOT SGPTയും ചെയ്തു. അതിൽ SGPT കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പം ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ഫാറ്റി ലിവറിന് സാധ്യതയുണ്ട്, ജസ്റ്റ് വയറൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വയറ് സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഗ്യാസ്ട്രോളജിസ്റ്റിനെയാണ് കാണിച്ചത്. ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിൽ ASM ആൻറ്റിബോഡി, അതായത് ആൻറ്റി സ്മൂത്ത് മസിൽസ് ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു ടെസ്റ്റ് പോസിറ്റീവായി. അപ്പം അങ്ങനെ പോസിറ്റീവായി കഴിഞ്ഞാൽ ലിവറിന് ഹെപ്പറ്റൈറ്റിസ് ആവാം, അല്ലെങ്കിൽ നീർക്കെട്ടാവാം, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബയോപ്സി ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ബയോപ്സി ചെയ്യുമ്പം ആദ്യം എനിക്കൊരു പേടിയായിരുന്നു, ഇതെങ്ങനെ ചെയ്യും എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പല വേറെ വാദത്തിൻ്റെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, കാരണം ലിവറിന് വാദമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരും ആ ടെസ്റ്റൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 50 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 48 ടെസ്റ്റും നെഗറ്റീവാണ്. ആകെ ഈ ASM ആൻറ്റിബോഡിയും SGPT മാത്രം ഒരു 95, അതൊന്നും ഭയങ്കര കൂടുതലുമല്ല. അങ്ങനെ ഉള്ള സമയത്താണ് എല്ലാവരും പറയുന്ന അവസാനം ലിവർ ബയോപ്സി ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം ലിവർ ബയോപ്സി ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം മെഡിക്കൽ കോളേജിൽ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അവർ കാര്യങ്ങളൊക്കെ നോക്കി പ്ലാൻ ടു ഡു ബയോപ്സി എഴുതി തന്നു. 2-3 ബ്ലഡ് ടെസ്റ്റും കൂടെ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് വീണ്ടും വന്ന സമയത്തും
പിന്നെ ഞാൻ പറഞ്ഞില്ല STP ഒരു 95 ആയതുകൊണ്ടും പിന്നെ ASMA മെയിൻ കാരണം അവർ എഴുതുന്ന ASMA പോസിറ്റീവ് ആയതുകൊണ്ട് ബയോപ്സി ചെയ്യണമെന്നാണ്. അങ്ങനെ അവർ പറഞ്ഞു. പിന്നെ 16-ാം തീയതി, അതായത് ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതി മെഡിക്കൽ കോളേജിൽ ബയോപ്സി ചെയ്യാൻ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അഡ്മിറ്റായി. ഞങ്ങൾ അഡ്മിറ്റായ സമയത്ത് ബയോപ്സി ചെയ്യാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗൺ നീഡിൽ എന്ന് പറയുന്ന ഒരു നീഡിലുണ്ട്. ഇതാണ് ആ നീഡിൽ, BARD. ബാഡ് എന്ന് നീഡിലിൻ്റെ പേരാണോ അല്ല കമ്പനീൻ്റെ പേരാണോ എന്ന് എനിക്കറിയില്ല. ബാഡ് 22 mm എന്നാണ് നീഡിലിൻ്റെ പിടിയുടെ മുകളിൽ എഴുതിയിട്ടുള്ളത്. കണ്ടില്ലേ, തടിച്ച് നമ്മളെ ചുറ്റികയൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ, ആ ചുറ്റികയുടെ പോലത്തെ ഒരു പിടിയും പിന്നീട് അതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ വലിയൊരു സൂചി ഉണ്ടാവും. ഈ സൂചി കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലാണ് അത് അത്ര വലിപ്പമുള്ള സൂചി, അതിൻ്റെ കേപ്പാണത്. പിന്നെ ആ പിടിയുടെ മുകളിലുള്ളൊരു റോസ് സ്വിച്ച് ഉണ്ടല്ലോ, അത് നെക്കിയിട്ട് നമ്മൾ ശ്വാസം എടുക്കാൻ വിടാനും പാടില്ല. അത് നെക്കിയിട്ട് ടിക് എന്നൊരു സൗണ്ട് കേൾക്കും. അത് നെക്കുമ്പോൾ ഒരു വെടിവെക്കുന്ന പോലെ ടിക് എന്നൊരു സൗണ്ട് വരും. അപ്പോൾ അത് നമ്മളെ ലിവറിൽ പോയി ടച്ച് ആയിട്ട് അതിൻ്റെ ടിഷ്യൂ അതിൽ വരും. അത് പിന്നെ ഫോർമാലിറ്റി പരിശോധിക്കുക, അത്രമാത്രം. വെരി സിമ്പിളാണ്. ഈ ഗണ്ണ് കൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. 15-ാം തീയതി ബയോപ്സി ചെയ്യും. പിന്നെ 3 പഴംപൊരി വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എന്തിനായിരിക്കും പഴംപൊരി എന്ന്. പിന്നീട് മനസ്സിലായി അത് അതിൻ്റെ കാരണം ഞാൻ അതിലേക്ക് എത്തുമ്പോൾ പറഞ്ഞിട്ട്. അങ്ങനെ അത് വാങ്ങാൻ പോയി. അപ്പോൾ വാങ്ങുന്നതിന് മുന്നേ എനിക്ക് അത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലോ, കാരുണ്യ സുരക്ഷ ഇൻഷുറൻസ്, അത് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അത് നമ്മൾ റെഡിയാക്കണം. ഞാൻ അത് ഹോസ്പിറ്റലിൽ പോയി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് എങ്ങനെ റെഡിയാക്കണം, അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീഡിയോ മാറും. അങ്ങനെ പിന്നെ അവർ എഴുതി തന്നു. അപ്പോൾ ഇൻഷുറിൽ ക്ലെയിം ചെയ്യുന്ന രീതിയിൽ പിന്നെ അതായത് 4 മെഡിക്കൽ ഷോപ്പുണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള. ഒന്ന് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊരു കയറുന്ന സമയത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്ന് ആദ്യം നോക്കണം. അവിടെ മരുന്നില്ലെങ്കിൽ ആദ്യം അവിടെ നിന്ന് ഇല്ലയെന്ന് സീൽ വെക്കണം. അതിനുശേഷം പിന്നെ മിൽമ ബൂത്ത് ഉണ്ട് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ, മെഡിക്കൽ കോളേജ് കോഴിക്കോടിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നോക്കണം. അവിടെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് സീൽ വെക്കണം. അതിനുശേഷം വീണ്ടും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് HRDയിൽ HLL എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം, അതാണ് തോന്നുന്നു. അവിടെ നോക്കണം. അവിടെ ഇല്ലെങ്കിൽ പഴയ ആംബുലൻസ് പാർക്ക് ചെയ്യേണ്ട അടുത്തൊരു ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ നോക്കണം. അവിടെ 4 ഏതെങ്കിലും ഒന്നിൽ പൊതുവെ എല്ലാ സാധനവും ഉണ്ടാവും. അവിടെ 4 ഇല്ലെങ്കിൽ 4 സ്ഥലത്തും സീല് വെക്കണം. അതിനുശേഷം പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ ബില്ല് നമ്മൾ ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പിന്നെ പറയാം. പറഞ്ഞു വന്നത് പിന്നെ രാത്രി നീഡിൽ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നീഡിൽ വാങ്ങി. പിന്നെ രാവിലെ പഴംപൊരി വേണമെന്ന് പറഞ്ഞിരുന്നു. പഴംപൊരി എന്തിനാന്ന് പറഞ്ഞാൽ ഈ പഴംപൊരി കൂടുതൽ എണ്ണ ഉള്ളത് കൊണ്ട് നമ്മൾ പഴംപൊരി കഴിക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മളെ ലിവർ ഒന്നുകൂടെ വികസിക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും എവിടെയാണ് സംഭവം എന്ന്. കാരണം ലിവർ ബയോപ്സിയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിനിട്ടാണ് ഗണ്ണീഡിൽ മാറ്റി നമ്മൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അവർക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആ സ്പോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ഞാനെന്ത് ചെയ്തു, ഒരു 11:30 ആകുമ്പോൾ എന്നോടൊരു പഴംപൊരി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് കഴിച്ചു. പിന്നെ 12:30 ആകുമ്പോൾ ഒന്ന് കഴിച്ചു. പിന്നെ ഒരു 1:30 ആകുമ്പോൾ ഒരു പഴംപൊരി, 1:30-2 മണി ആ സമയത്ത് ഒരു പഴംപൊരി കഴിച്ചു. അതിന് മുന്നേ രാവിലെ ചായ കുടിച്ചു. പിന്നെ ഈ പഴംപൊരി മാത്രമാണ് കഴിച്ചത്. അങ്ങനെ ഒരു 2 മണി സമയത്ത് തന്നെ അവർ ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആദ്യം അവർ പിന്നെ മറ്റേ ECG ജെല്ലുണ്ടല്ലോ, അത് തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കി ഡിസ്പ്ലേയിൽ പൊസിഷനൊക്കെ അവർ കറക്റ്റ് നോക്കി വെച്ചു. കാരണം ഇത് കുത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ പിത്തസഞ്ചിക്കോ കിഡ്നിക്കോ ഒക്കെ കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. പിന്നീട് ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ ഭയങ്കര സീനാവും. അതുകൊണ്ട് പിന്നെ അവർ ഇങ്ങനെ സ്കാൻ ചെയ്ത് കറക്റ്റ് ആ സ്പോട്ട് അവർ നോക്കി വെച്ചു. എന്നിട്ട് അവിടെ ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കാനോ ശ്വാസം വിടാനോ പാടില്ല. അതായത് ജസ്റ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഈ ഫ്രീ ആയിട്ടിരിക്കണം. അപ്പം അങ്ങനെ അവരെന്നെ ICUയിലേക്ക് മാറ്റി. ICUയിൽ കിടന്നു. അതിനുശേഷം അവർ ഫസ്റ്റ് 2 പ്രാവശ്യം ഈ ചെയ്യുന്ന സ്പോട്ടിൽ ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ചെറിയൊരു കട്ട് ചെയ്യുന്ന ബ്ലേഡ് പോലത്തെ സംഭവം, ഞങ്ങൾ ചെറിയൊരു മുറി, നിങ്ങൾ ആദ്യം കെട്ട് കണ്ടിട്ടുണ്ടാവും, മറ്റേ എന്താണ് നമ്മളെ മോഹൻലാൽ ജഗതിയുടെ വയറ്റിൽ കുതിര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കെട്ടിയ പോലെ വലിയൊരു കെട്ടുണ്ടല്ലോ, അത്രയൊന്നുമില്ല. വളരെ ഒരു നീഡിൽ കുത്താനുള്ളൊരു മുറിവേ വേണ്ടു. ചെറിയൊരു ഇത് അവരിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നീഡിൽ വെക്കും. അപ്പോൾ നമ്മളോട് പറയും അവർ ഇങ്ങനെ വെടിവെക്കാൻ പോവാണ്, അതായത് ആ പ്രസ് ചെയ്യാൻ പോവാണ്, ശ്വാസം എടുക്കാൻ വിടുകയൊന്നും ചെയ്യരുത്, ഫ്രീ ആയി കിടക്കാം, അടിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ നീഡിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഗണ്ണൊക്കെ കണ്ടില്ല, ഇങ്ങനെ അമ്പമ്പിലൊക്കെ വിടൂല, അപ്പോൾ അങ്ങ് പോകില്ല. അതേപോലെ ആ നീഡിൽ അടിക്കുമ്പോൾ സമയത്ത് ലിവറിൻ്റെ ഇവിടെ കൊള്ളും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിഷ്യൂ ആ നീഡിൻ്റെ അറ്റത്ത് വരും.
അങ്ങനെ അത് അവരെടുക്കും. പിന്നെ അത് ഫോർമാലിനിൽ ഇട്ട് വെക്കും. എന്നിട്ട് അത് പത്തോളജി ലാബ് കൊടുക്കും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാം. 90% ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഞാനൊരു ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ICUവിൽ കിടന്ന സമയത്ത് ഒരുപാട് വലിയ രോഗികളൊക്കെ കണ്ടപ്പോൾ നമ്മളെ രോഗമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ ക്യാൻസറാണെന്ന് ആദ്യം വിചാരിക്കരുത്. അത് ഓരോ അവയവത്തിനനുസരിച്ച് അത് മാറി മാറി വരും. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല. പിന്നെ അങ്ങനെ പിന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് ബയോപ്സി ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ICUലാക്കുന്നു, ഇഞ്ചക്ഷൻ വെക്കുന്നു, ചെറിയൊരു മുറി പോലെ ഇടുന്നു, പിന്നെ നീഡിൽ കൊണ്ട് ഗൺ ചെയ്യുന്നു, പിന്നെ ടിഷ്യൂ എടുക്കുന്നു, ഫോർമാലിൻ ഇടുന്നു. ഒരു 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, കഴിഞ്ഞു. ഞാൻ ICU തന്നെ കിടന്നു. അതായത് ഇവിടെ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, എൻ്റെ ചെറിയൊരു മുറിയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു മുറിയെന്ന് പറയാൻ മാത്രമില്ല. എന്താണ് പറയുക, ഒരു സൂചി കിട്ടുന്ന ഒരു മുറി പോലെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ 3 മണിയായ സമയത്ത് അത് ചെയ്ത് 3 മണീൻ്റെ ഉള്ളിൽ അത് ചെയ്ത് കഴിഞ്ഞ ആ സമയത്ത് അവരിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ ഭാഗത്താണ് ചെയ്തത്. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു വൺ സൈഡായിട്ട്. പിന്നെ 4 മണിക്കൂറോളം അങ്ങനെ അനങ്ങാനോ അങ്ങനെ എനിക്ക് ആ ചുമയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓവറൊന്നും ചെയ്യാതെ ഈ ഭാഗം തന്നെ വെച്ചിട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. കാരണം ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായാൽ ഭയങ്കര പ്രശ്നമായി മാറും. അങ്ങനെ 4 മണിക്കൂർ അവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. പിന്നെ സാധാരണ പോലെ കിടന്നു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് പിന്നെ ഇഞ്ചക്ഷൻ തരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് കൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഒരു 8 മണി സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. വൈകിട്ട് ഞാൻ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് കറക്റ്റ് അവൈലബിൾ ആണെന്നില്ല. കാരണം അവർക്ക് ഒരുപാട് സീരിയസ് കേസ് വരുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. അപ്പോൾ ഈ ഡിസ്ചാർജ് കാരണം ഞാൻ പറഞ്ഞില്ല, ഇൻഷുറിൽ ക്ലെയിം ചെയ്തതുകൊണ്ട് ഡോക്ടർ സൈനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഡോക്ടർ പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഒപ്പും കാര്യമൊക്കെ വേണം. അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും കേസൊക്കെ വന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയാൽ പിന്നെ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് ലേറ്റായി. ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം 6 മണിയായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഒരു 9 മണി ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. പിന്നെ എന്നോട് ഇപ്പോൾ ഏകദേശം 4-5 ദിവസം ബെഡ് റെസ്റ്റ് തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇളകിയിട്ടൊന്നും അങ്ങനെ ചെയ്യരുത്, കാരണം ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബയോപ്സി എന്ന് പറഞ്ഞാൽ ചിലയാൾക്ക് എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് പറയുന്നത്. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ക്യാൻസർ പിന്നെ സ്കാനിങ് അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അതല്ല, ബയോപ്സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും ബയോപ്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് ഞാൻ പേടിച്ച പോലെ ഒന്നും പേടിക്കാനില്ല. വളരെ നിസ്സാരമായൊരു സംഭവമാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന, വേദന അറിയാത്ത ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ സൂചി കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ഇനി കാരുണ്യ ഇൻഷുറിൻ്റെ കാര്യങ്ങൾ, അതായത് അതെങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാൻ എന്തൊക്കെ പേപ്പറാണ് ബേസിക്കായിട്ട് വേണ്ടത്, നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.